ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. അമേരിക്ക ഉപയോഗിക്കുന്ന കുവൈറ്റിലെ പോർട്ട് ഷുവൈബിന് നേരെയാണ് ആക്രമണം നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഷഹീദ് ഡ്രോണിൻ്റെ ആക്രമണമായിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായത്. ഓപ്പറേഷൻ കേന്ദ്രത്തിൻ്റെ, അതായത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നടത്തപ്പെടുന്ന അല്ലെ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനമാണ് ഓപ്പറേഷൻ കേന്ദ്രം എന്ന് പറയുന്നത്. അതിൻ്റെ മേൽക്കൂരയിൽ പതിച്ചാണ് മിസൈൽ പൊട്ടിത്തെറിച്ചത്. സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. പ്രതിരോധം തകർന്നു എന്ന് US സ്ഥിരീകരിച്ചു. ഈ മേഖല ലക്ഷ്യമിടുന്നത് ഇതാദ്യമായിട്ടാണ്. അഥവാ മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഈ മേഖല ആക്രമിക്കുമെന്ന് ഏതെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാന ക്രമീകരണ കാര്യങ്ങളും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ മേഖല അടക്കമുള്ള ചില സ്വകാര്യ മേഖലകളെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ട് അത് അവഗണിച്ചതാണ് എന്നും പറയുന്നു. പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ പ്രതിരോധം തകർന്നിട്ടായിരുന്നു ഈ ഷഹീദ് ഡ്രോൺ തീ തുപ്പിയത് എന്നുള്ള റിപ്പോർട്ടാണ്. 6 പേരുടെ പേര് വിവരങ്ങൾ അമേരിക്ക പ്രസിദ്ധീകരിച്ചു. 6 സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെടുന്നത് ഇറാനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ്. മേജർ ജെറ്റി RD ബ്രെയിൻ 45 വയസ്സ്, അദ്ദേഹമാണ് ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആൾ ക്യാപ്റ്റൻ കാഡി A കർക്ക് 35 വയസ്സ്. റോബർട്ട് M മർസാൻ 54 വയസ്സ്. നാലാമത്തെ ആൾ ടൈറ്റ് ജെൻസ് 42 വയസ്സ്. നിച്ലി അമർ, അദ്ദേഹമാണ് 5ാമത്തെ ആൾ. 6ാമത്തെ ആൾ ഡിക്ലൈൻ കാഡി 20 വയസ്സുള്ള ആൾ. ഇത്രയും 6 പേർ കൊല്ലപ്പെടുകയും അവരുടെ മൃതദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിടുകയും ചെയ്തു. 30ഓളം ആളുകൾക്ക് ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 6 അല്ലെങ്കിൽ 9 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് അമേരിക്കക്കാർ തന്നെയാണോ അല്ലേ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വിഷയം വരാനുള്ള കാരണം കുവൈറ്റിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയ സമയത്ത് മുൻപ് നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റാണ് അമേരിക്ക പുറത്തുവിട്ടു. ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ ആദ്യ വാരത്തിലാണ്. എന്നാൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴാണ് പ്രസിദ്ധീകരിച്ചത്, ഇപ്പോഴാണ് സ്ഥിരീകരിച്ചത്. ആ സ്ഥിരീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് സ്ഥിരീകരിക്കുക, 1-2 പേരുടെ കൊലപാതകങ്ങളൊക്കെ ഈ മരണങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോഡി തിരിച്ച് കിട്ടുന്നത് വൈകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ചാണ് മറ്റുള്ള ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ചെയ്ത പോലെ രഹസ്യമായിരിക്കുന്ന കച്ചവട കാര്യങ്ങൾ അല്ലെങ്കിൽ സംവിധാനം ഉറപ്പിച്ചുകൊണ്ട് മരണപ്പെട്ട തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും സത്യസന്ധമായ രീതിയിൽ കൃത്യതയോടുകൂടി വിവരങ്ങൾ പറയുകയും മരണപ്പെട്ടവരെ നാട്ടിലെത്തിക്കുകയും മരണപ്പെടാത്തവർക്ക് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധം ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രസിദ്ധീകരിക്കുക എന്നുള്ള പറയുന്ന ഈ പ്രവർത്തന കാര്യങ്ങളൊക്കെ അമേരിക്ക ഈ പറഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ 17 മരണം നടന്നിട്ടുണ്ട് എന്ന് മറ്റൊരു അനൗദ്യോഗിക റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പല ഭാഗങ്ങളിലായിട്ടാണ്. കുവൈറ്റിലുണ്ട്, അതേപോലെ സൗദിയിൽ ഒരു പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ച് കൊണ്ടിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട പല തരത്തിലും സൈനികർ തന്നെ കൊല്ലപ്പെട്ടതായിരിക്കുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറയുന്നത് സങ്കീർണമാണ്. ചെറിയ വിഷയങ്ങളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജോർദാൻ അടക്കമുള്ള മേഖലയിൽ നിരന്തരം ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന് ഇറാൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനമായിരിക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആക്രമണം നടക്കുന്നു. അത് സാധാരണ രീതിയിൽ ഇല്ലാത്തതാണ്. അവിടെയാണെങ്കിൽ 25-ലധികം അമേരിക്കൻ സൈനിക ബേസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിൽ. മറ്റുള്ളിടത്തൊക്കെ വലിയ നിയന്ത്രിതമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സൈനിക ബേസ് തന്നെ ഇല്ല. പിന്നെ താൽക്കാലികമായ രീതിയിൽ അവരൊരു ബേസ് അനുവദിച്ചിട്ടുണ്ട്. നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയതാണ് എന്നുള്ള സുൽത്താൻ എയർബേസ് എന്നാണ് അതിൽ പറയുന്നത്. ഖർജ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ബേസിൽ 1 നൽകിയത് എന്ന് പറയുന്നുണ്ട്. അത് അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനികരാണെങ്കിലും ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സൗദി ഗവൺമെൻറ് സാധിക്കുന്ന തരത്തിലാണ് ആ കരാർ പത്രം ഉള്ളത്. മറ്റൊരു രാജ്യത്തും, അതായത് ഖത്തർ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും UAE ആണെങ്കിലും അവരുടെ സൈനിക ബേസിൻ്റെ അകത്തേക്ക് ആ രാജ്യത്തിലെ പൗരന്മാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രതിനിധികൾക്കോ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതും അതിനവർ അനുവാദം നൽകിയില്ല. ആ രാജ്യത്തേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ തിരിച്ചു പോകുന്ന വിമാനത്തെക്കുറിച്ചോ യാതൊരു വിവരങ്ങളും
ഒരു പുറത്ത് വിടുകയില്ല, അന്വേഷിക്കാൻ വേണ്ടി പറ്റുകയില്ല. അതാണ് ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ ഇറാൻ്റെ മുൻ പ്രസിഡന്റ്, മരണപ്പെട്ടു പോയ മുൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. നിങ്ങൾ സൈനിക ബേസ് കൊടുക്കുന്നതിനേക്കാൾ അപകടകരമാണ് അവരുടെ ആ രാജ്യത്തേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും തിരിച്ചു പോകുന്നതിനെക്കുറിച്ചും അവിടേക്ക് വരുന്ന സൈനികരെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ചും അറിയാതെ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് വരുന്നത്. സൈനിക ബേസ് കൊടുക്കുക തെറ്റ്, അതിനേക്കാളും വലിയ തെറ്റാണ് ആ മേഖലയിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാതെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഭാവിയിൽ, അതായത് നിങ്ങൾ അടുക്കള വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ സൈനികർ അറേബ്യൻ രാജ്യങ്ങളുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മാറത്ത് വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് കയറാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം, ഖത്തറിൽ ഈ അമേരിക്കക്ക് ബേസ് ഉണ്ട്. അൽ-ഉദൈദ എന്ന് പറയുന്ന അമേരിക്കയുടെ ബേസിൽ വെച്ച് ഇസ്രായേൽ അവിടെ നിന്ന് തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കാത്തതാണെങ്കിൽ പുറത്തു വന്നിട്ടുണ്ട്. അഥവാ ഇസ്രായേലിൽ നിന്നല്ല ആക്രമണം നടത്തിയത്, ഖത്തറിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക കൃത്യമായ രീതിയിൽ അറിയാലോ. അങ്ങനെ ആ സമയത്ത് ഇബ്രാഹിം റൈസി പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങളുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് കയറാൻ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രതിഫലനങ്ങൾ നിങ്ങൾക്കുണ്ടാവും, അതിൻ്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ മേഖല നിങ്ങൾ എയർ ബേസിനായിട്ട് അല്ലെങ്കിൽ ബേസിനായിട്ട് വിട്ടുകൊടുത്ത മേഖലയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അവബോധം നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ പ്രയാസം നിങ്ങൾക്കുണ്ടാവും. കാരണം അവർ നിങ്ങളുടെ രാജ്യത്താണ് ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അന്ന് ആ പറഞ്ഞു വെച്ചതിൻ്റെ തുടർചലനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സ്ഥിതി വിശേഷങ്ങൾ അല്ലെങ്കിൽ സ്ഥിതി കാര്യങ്ങൾ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. 2 കപ്പൽ ഇന്നലെ ആക്രമിച്ച് തകർക്കപ്പെട്ടു എന്നല്ല. മുമ്പൊക്കെ വെടിവെപ്പായിരുന്നു, ഇപ്പോൾ വെടിവെപ്പല്ല, ദീർഘദൂര മിസൈൽ കൊണ്ട് ആക്രമിച്ചുകൊണ്ട് കപ്പൽ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ IRGC ചെയ്യുന്നത് എന്ന് അവർ തന്നെ പറയുന്നു. ഞങ്ങൾ ഇനി അങ്ങനെ പ്രത്യേകമായ രീതിയിൽ നോക്കാനൊന്നുമില്ലാന്ന്. അമേരിക്ക പ്രസിഡന്റ് പറയുന്നത് എന്താ, ഓർമ്മ സ്വതന്ത്ര പാതയാണ്, എല്ലാവരും അങ്ങനെ കടന്നു പോകുന്ന അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തുന്നു എന്ന് മാത്രമല്ല, ഇറാൻ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്ക വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. 100ഓളം ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്ത് വരുന്നുണ്ട്. അത്തരം ആക്രമണ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ അകത്ത് കയറിയ ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്ന അടക്കമുള്ള ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത്രയേറെ ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പരിക്കേറ്റ വിവരങ്ങൾ മാത്രമാണ് ഇറാൻ പ്രസിദ്ധീകരിച്ചത്. 11ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്നലെയാണ് ഒരു സംഭവം നടന്നതിൽ ഒരാൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ്റെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, ആയുധപ്പുര കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരെ മിസൈൽ സൂക്ഷിക്കപ്പെട്ട ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ്, സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്ന് ചുരുക്കം. അതിൻ്റെ പ്രതിഫലനങ്ങൾ ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാകുന്നു. അതിൽ ജോർദാനെ പ്രത്യേകമായി ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 10,000-ഓളം അമേരിക്കയുടെ സൈനികർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ജോർദാൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസിൽ സേവനം ചെയ്യുന്നുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ സൈനികരുള്ളത് ജോർദാനിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് 25ഓളം ബേസുണ്ട്. ഒരു 6-8 ബേസുകളൊക്കെയാണ് ഈ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഔദ്യോഗികമായ രീതിയിൽ എന്നുള്ളത്. പക്ഷേ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും വലിയ രീതിയിലുള്ള, അവർക്ക് തമ്മിൽ വലിയ രീതിയിൽ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്. നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധവും ബിസിനസ് ബന്ധവും അവർക്കിടയിൽ ഉണ്ട് എന്നതിനാൽ സർവ്വ മേഖലയിലും ഈ അമേരിക്കയുടെ സാന്നിധ്യം ജോർദാനിലുണ്ട് എന്നാണ്. ജോർദാൻ്റെ ബാങ്കിലൊക്കെ വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് നടത്തുന്നുണ്ട് അമേരിക്ക. ട്രംപിൻ്റെ പണം ഉണ്ട് എന്ന് പറയുന്നു. ബിസിനസ് രംഗത്തേക്ക് പണം ഇറക്കുന്നു. രാജ്യത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അവിടേക്ക് അമേരിക്ക പണം ഇറക്കുന്നു. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ലാഭങ്ങൾ നോക്കിയിട്ട് എല്ലാവിധ യുദ്ധമുഖത്ത് പോലും ലാഭമാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ പണം ഇറക്കുന്ന ആളാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടു കൂടി പിന്നീട് ആ യുദ്ധത്തിൽ ജോർദാൻ പരാജയപ്പെട്ടു. വെസ്റ്റ് ബാങ്ക്, ജോർദാൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ആ ഒരു വിഷയം നടന്നതിന് ശേഷം പിന്നീട് യുദ്ധവും കെടുതിയും ദുരന്തവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്നതിനേക്കാൾ നല്ല സൗഹൃദമാണ് എന്ന അഭിപ്രായം അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. ആ ഭരണാധികാരി അതിനനുസരിച്ചുള്ള
നീക്കുപോക്കുകളൊക്കെ നടത്തി. പിന്നെ അവിടെ എന്ത് ചെയ്തു? അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ടാക്കുന്നു. അമേരിക്കയുടേതല്ല, ഇസ്രായേലിൻ്റെ സൈനിക ബേസ് ഉണ്ടാക്കുന്നു. അപ്പോൾ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ശക്തമായിരിക്കുന്ന ആക്രമണം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇറാൻ നടത്തുന്നത് അവർ പറഞ്ഞു. ഹോർമുസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങളുടെ കൈവശത്തിലേക്ക് വരുന്നത് വരെയും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റുള്ള രാജ്യങ്ങളുടെ സ്വതന്ത്ര പദവി തങ്ങൾക്ക് ലഭ്യമാകുന്നത് വരെയും ഈ യുദ്ധം തുടരുമെന്നാണ് ഇറാൻ പറഞ്ഞത് എന്ന് ചുരുക്കം.